സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 12 വേദികളിലൊന്ന് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയമാണ്. നടക്കുന്നതൊക്കെ വാശിയേറിയ പോരാട്ടങ്ങളാണ്. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടത് കളി നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം അമ്പയർമാരെയാണ്. ഇമവെട്ടാതെയുള്ള ഇരിപ്പാണ് കാണുമ്പോൾ കൗതുകം തോന്നും. കണ്ണിനും കയ്യിനുമിടയിൽ വൈദ്യുത വേഗത്തിലുള്ള കൂട്ടുകെട്ടുണ്ട്. കൗതുകം എന്ന് വെച്ചാൽ ഇത് ഒരു പ്ലേ ഏരിയ കുറച്ച് ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് ബോൾ പോകുന്ന ഒരു ഫ്രീക്വൻസി ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് അങ്ങ് പോകുന്നുണ്ട്. ഫോക്കസ് ചെയ്യണം പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് അമ്പയർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ എഡ്ജൊക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പം കറക്റ്റായി ചെയ്തില്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ടാകും. കോച്ചുമാർ അത് ആർഗ്യൂ ചെയ്യും, അങ്ങനെ അത് ക്ലിയർ ചെയ്യണം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു അമ്പയറിംഗ് ആണ് ഇത് കാണുന്നത്. അതാണ് അത്രയ്ക്ക് നമ്മൾ ഫോക്കസ് ആയിട്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യ ഗോൾഡൻ ബാഡ്ജ് വനിതാ അമ്പയറുമുണ്ട്. പണ്ട് ഈ മേശപ്പുറത്തെ സഹോദരിമാർ എന്ന് പറഞ്ഞ പത്രത്തിലൊരു കെട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രായമുള്ള 2 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 4 പേരുമായിരുന്നു സ്റ്റേറ്റ് സ്കൂൾസ് റെപ്രസെൻ്റ് ചെയ്ത് പോയത്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിത് കണ്ടു വളർന്നതാണ്. കളിച്ചു, നാഷണൽ സ്റ്റേറ്റ് ലെവൽ കളിച്ചു, സ്റ്റേറ്റ് ചാമ്പ്യനായി, നാഷണൽ ലെവൽ കളിച്ചു. ഇപ്പോൾ ഞാൻ അമ്പയറിംഗ് ഫീൽഡിലും കൂടെ നിൽക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റായ അമ്പയറിംഗിൽ ഗോൾഡ് ബാഡ്ജ് ആയിട്ട് നിൽക്കുകയാണ്. മത്സരം നിയന്ത്രിക്കുമ്പോൾ മത്സരാർത്ഥികളിൽ അവരുടെ ആ പഴയ കാലം നോക്കി കാണാറുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ കളിച്ചു വളർന്ന ആ ഒരു ഇത് എപ്പോഴും നോസ്റ്റാൾജി ഉണ്ടാവുമല്ലോ. ആ അറ്റ്മോസ്ഫിയറും അതേ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികളും ചെയ്യുമ്പോൾ നമുക്കതൊരു കൗതുകവും കൂടെയാണ്. വെല്ലുവിളികൾ ഏറെയുണ്ട്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ടേബിൾ ടെന്നീസിലെ അമ്പയറിംഗ് ചെറിയ കാര്യമല്ല. നമ്മൾ കുട്ടികളെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മുടെ ടീം ചാമ്പ്യൻഷിപ്പിലൊക്കെ നമുക്ക് മനസ്സിലാക്കി അതിൽ ക്വാളിറ്റിയുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി വേണം നമുക്ക് എല്ലാവർക്കും നല്ല ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്താണ് നമുക്ക് അതിനകത്ത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരുപാട് അറിഞ്ഞു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കുട്ടികളെ പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് അവർ പറയുന്നു. പുതിയ കുട്ടികൾ ഇനിയും വരട്ടെ. അജിത് കുമാറിനൊപ്പം പി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.